നമുക്കൊപ്പം തുടരണം. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശേഖർ കുര്യാക്കോസ്, ഇപ്പോൾ നല്ല മഴയാണ് അവിടെ, അതോടൊപ്പം തന്നെ കാറ്റുമുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു ഭീഷണിയായി മാറുന്നത് എന്താണ്? താങ്കൾക്ക് ആ ഒരു പ്രദേശം, ആ ടെറൈൻ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ ഈ ടെറൈനിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഒരു മാസം മുമ്പ് അതുവഴി സഞ്ചരിച്ച ഒരാളാണ്. അവിടെ ഉള്ള മലയുടെ കടന്നു വന്നിരിക്കുന്ന ഉയരത്തെക്കാൾ പ്രധാനം അവിടെ വന്നടിഞ്ഞിരിക്കുന്ന മണ്ണിന്റെയും കല്ലിന്റെയും ഒക്കെ അളവാണ്. വലിയ അളവിലുള്ള മണ്ണും കല്ലും അവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അവിടെ മുകളിൽ മഴയുള്ളത് കൊണ്ടും മുൻപ് പെയ്ത മഴയുമായി ചെറിയ നീരുറവകൾ ധാരാളം വെള്ളം അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ മണ്ണും ചെളിയും വളരെ സാവധാനത്തിൽ മാറ്റി മാത്രമേ നമ്മൾക്ക് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിൽ മനുഷ്യൻ അവധാനതയോടുകൂടി ക്ഷമയോടുകൂടി ലക്ഷ്യം കൈവരിക്കുന്ന ഇടം വരെ പ്രവർത്തിക്കേണ്ടി വരും. മറ്റ് യന്ത്ര സാമഗ്രികൾക്കൊക്കെ അതിൽ സഹായിക്കാൻ പറ്റുന്നത് പരിമിതമാണ്. ശ്രീ ശേഖർ കുര്യാക്കോസ്, അതായത് നേരത്തെ ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് ആ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ പറയുകയായിരുന്നു, അതായത് മണ്ണിൽ ചവിട്ടുമ്പോൾ ചെളിയും വെള്ളവും ഒക്കെ കൂടി കലർന്നിരിക്കുന്നത് കൊണ്ട് കാല് പുതഞ്ഞു പോവുകയാണ്. മാത്രമല്ല കൂടുതൽ മണ്ണിടിഞ്ഞു വരാനുള്ള ഒരു സാധ്യതയും ആ പ്രദേശത്തുണ്ട്. കാരണം ഒരു മല ഇടിഞ്ഞ് പാതി ഭാഗം വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ പതുക്കെ മാത്രമല്ലേ മണ്ണ് മാറ്റാനും കഴിയൂ അങ്ങനെയാണെങ്കിൽ? അതെ, ഇത് ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ഓപ്പറേഷൻസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവര് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായം എടുത്തിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ആ സമയത്ത് GSI തന്നെ അവരോട് പറഞ്ഞിരുന്നു, ഒരു സൈഡിൽ നിന്ന് മാത്രം മണ്ണ് മാറ്റുക, എല്ലാ വശത്തുനിന്നും ഒരേ സമയം മാറ്റാൻ ശ്രമിക്കാതിരിക്കുക, കൂടുതൽ മലയിടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ അഭിപ്രായവും കൂടി ഉൾക്കൊണ്ടിട്ടാണ് അവര് സാവധാനം റോഡ് ക്ലിയർ ചെയ്തെടുത്തിട്ട് ആ റോഡിൽ നിന്ന് മലയുടെ ഭാഗത്തേക്ക് ഉള്ള പരിശോധനകൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോ അവർക്ക് ആ ബോധ്യം കൃത്യമായി ഉണ്ട്. ശ്രീ ശേഖർ കുര്യാക്കോസ്, ഇപ്പോൾ അപകടമുണ്ടായി 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരു അപകടം നടന്ന് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ പലതും അപാകത ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തെഴുതി, KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് വിളിക്കുന്നു, VD സതീശൻ DK ശിവകുമാറിനെ വിളിക്കുന്നു. അതൊക്കെ ഇന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ മണ്ണിനടിയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. നമ്മുടെ ഒരു റെസ്പോൺസ് ലെവൽ കുറയുന്നുണ്ടോ ശ്രീ ശേഖർ കുര്യാക്കോസ്? ഇതിൽ കേരളത്തിന് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ അവരുടെ മൊറയിലിനെ വർദ്ധിപ്പിക്കുന്ന, അവിടുത്തെ രക്ഷാപ്രവർത്തകരുടെ മൊറയിലിനെ വർദ്ധിപ്പിക്കുന്ന, അവിടുത്തെ സർക്കാരിന്റെ കൂടെ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക. നമ്മളവിടെ പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഇത് ഒരു ഫെഡറൽ സംവിധാനമാണ്. ദുരന്ത നിവാരണം അതാത് സംസ്ഥാനങ്ങളുടെ ചുമതലയിലുള്ള കാര്യമാണ്. ആ സംസ്ഥാനത്തിന് സഹായം നൽകുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ദേശീയ ദുരന്ത പ്രതികരണ സേനയെ ആ സ്ഥലത്തേക്ക് വിട്ടിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ മറ്റു സഹായങ്ങളും അവർ കൊടുക്കും. അവരെന്തുകൊണ്ട് താമസിച്ചു പോയി, ഇനി അഥവാ താമസിച്ചു പോയോ, താമസമായിരുന്നോ അവിടുത്തെ പ്രശ്നം, ഇതൊക്കെ ഇനി ഇതിനു ശേഷം നടക്കുന്ന ഒരു ഡീബ്രീഫിങ്ങിന്റെ സമയത്ത് സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നിലവിൽ അവിടെ വലിയൊരു സംഘം രക്ഷാപ്രവർത്തകരുണ്ട്. അവർ പ്രവർത്തിക്കട്ടെ. അവരവരുടെ ഇതൊരു സിംഗുലാർ ഓപ്പറേഷൻസ് അല്ല. ഇന്ന് രാവിലെ കേരള സംസ്ഥാനം ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ആദ്യം ചെയ്ത ഒരു പ്രവൃത്തി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടലാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതാണ് ചെയ്തത്. ഞങ്ങൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോടാണ് ആദ്യം കാര്യങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ കേട്ടതിന് ശേഷം അവരുടൻ തന്നെ അധികമായി ഒരു ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘത്തിനെ കൂടെ അവിടെ വിടാൻ തീരുമാനിച്ചു. അവരവിടെ ബന്ധപ്പെട്ടു, GPR ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ എന്ന് നിങ്ങൾ എഴുതി കാണിക്കുന്നു. അപ്പോ അത്തരം സംവിധാനങ്ങൾ അവിടെ കൊണ്ടെത്തിക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് അവിടെ ഓപ്സ് നടത്തുന്നവരോടല്ല, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോടാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അത് ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ അതാത് സംസ്ഥാനങ്ങളോട് പറയും. അപ്പോ ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടുത്തെ ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ടിട്ടാണ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് ശരി. അവരാണ് അവിടെ നേതൃത്വം, അവരുടെ പ്രവർത്തനങ്ങളാണ് ശരി. അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്.
ശ്രീ ശേഖർ കുര്യാക്കോസ്, ആ ഞാൻ ചോദിച്ചത്, അതായത് നമുക്ക് ഒരു ദുരന്ത പ്രതികരണ സേനയുടെ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുനെ കുറിച്ചാണ് നമുക്കിപ്പോൾ അറിയാവുന്നത്. മറ്റു വാഹനങ്ങൾ ഏതെങ്കിലും മണ്ണിനടിയിലുണ്ടോ എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു വിവരങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആ ഭാരത് ബെൻസിന്റെ GPS സംവിധാനത്തിലൂടെയാണ് ലോറി മണ്ണിനടിയിൽ തന്നെയാണ്, നദിയിലല്ല. നദിയിലാണ് ആദ്യം തെരഞ്ഞത്, നദിയിലല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുകയുമാണ്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളിൽ താങ്കൾ പറഞ്ഞു പതിയെ മാത്രമേ മണ്ണ് നീക്കാൻ കഴിയൂ എന്ന്. ഈ വാഹനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾക്ക് മതിയായ ഓക്സിജൻ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ AC സംവിധാനമുള്ള വാഹനമാണതെന്നാണ് ലോറി ഉടമയടക്കം പറഞ്ഞത്. അവർക്ക് ഈ മണ്ണിനടിയിൽ എത്ര വരെ പിടിച്ചു നിൽക്കാൻ കഴിയും? നമ്മൾ ഈ ദൃശ്യമാധ്യമത്തിലൂടെ അത്തരമൊരു ചർച്ച നടത്തുന്നത് കുടുംബത്തിന് സഹായകരമല്ല. അതുകൊണ്ട് ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്താൻ തയ്യാറല്ല. ശരിയാണ്, ആ ലോറി മണ്ണിനടിയിലാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ സാധ്യത ആയി കൽപ്പിക്കപ്പെടുന്നത്. മണ്ണിനടിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിലെ ജീവന്റെ സാധ്യതയെ കുറിച്ച് ഒരു ഊഹാപോഹത്തിന് ഞാൻ തയ്യാറല്ല ഈ അവസരത്തിൽ. ഓക്കെ, ശ്രീ ശേഖർ കുര്യാക്കോസ്, ഒരു കാര്യം കൂടി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു പ്രവർത്തനം, അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യനിർവഹണം, അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മറ്റൊരു ഘട്ടത്തിലാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ഇവിടെ ഈ ഷിരൂരിൽ ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ പ്രാഥമികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഇതിപ്പോൾ കേരളത്തിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ നമ്മുടെ ആക്ഷൻ പ്ലാൻ? നമ്മള് കേരളത്തിൽ ഇതിനേക്കാളും വലിയ ഉരുൾപൊട്ടലുകൾ, മണ്ണിടിച്ചിൽ നമ്മൾ കണ്ടതല്ലേ. കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാലും ചില അവസരങ്ങളിൽ നമ്മൾക്ക് പലപ്പോഴും ബോഡി കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ചില മേഖലകളിൽ ഇടപെടുന്നതിന് അത്തരം പരിമിതികളുണ്ട്. അപ്പോ നമ്മളും അവരും നമ്മളെക്കാൾ എന്തോ കുറഞ്ഞ രീതിയിലാണോ അവർ പ്രവർത്തിക്കുന്നത്, അതോ നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണോ? അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു ഏകീകൃത പ്രവർത്തനമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആ ദുരന്തത്തിന്റെ വ്യാപ്തി എന്നുള്ള ഒരു അസേർട്ടണിംഗ് ആണ്. അവിടെ നമ്മളുടെ കഴിവിന് അതീതമാണ് ഈ ദുരന്തം എന്ന് ബോധ്യപ്പെടുന്നെങ്കിൽ സഹായം തേടാൻ ഒരു നിമിഷം പോലും വൈകരുത് എന്നതാണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് 9 ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘങ്ങൾ കേരളത്തിൽ പ്രീ ഡിപ്ലോയിഡ് ആയിട്ടുള്ളത്? ചില കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ അവരുടെയും സേവനം നമ്മൾക്ക് വേണ്ടി വരും. അവരെ പെട്ടെന്ന് നമ്മളുടെ സ്ഥലത്തെത്തിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ നമ്മൾ പ്രീ പൊസിഷൻ ചെയ്യുന്നു. അപ്പൊ അത്തരം പ്രീ പൊസിഷനിങ്ങുകളും ഇത്തരം ആലോചനകളും പ്ലാനിങ്ങുകളും അതിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടുന്ന റിസോഴ്സുകളുടെ മൊബിലൈസേഷനും ഒക്കെ ഉണ്ടെങ്കിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ആദ്യം സംഭവിക്കേണ്ടുന്നത് ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിനുള്ളിൽ ഇനി എത്ര വാഹനം ഉണ്ടാകാം, അതെങ്ങനെ കണ്ടെത്താം, അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? അപ്പൊ അവിടെ രക്ഷാപ്രവർത്തനം ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്തുകൂടി ഈ വഴിയിൽ ഒട്ടനവധി ക്യാമറകളുണ്ട്. ഇതിലെ വന്നുപോയ വാഹനങ്ങളിൽ എത്ര വന്നു പോയി എന്നുള്ളത് കണക്കെടുത്താൽ നമ്മൾക്ക് ഏകദേശം ഇതിൽ മറ്റു വാഹനങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന അനുമാനത്തിലെത്താം. ആ അനുമാനം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരം ചില സ്ട്രാറ്റജൈസിംഗ് ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പ്രാപ്തരായവരാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനാംഗങ്ങൾ. അവരവിടെ ഉണ്ട്. അവര് ആലോചിച്ച ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കുന്നു സുജയ മാഡം, ഈ സ്ഥലത്ത് മനുഷ്യന്റെ എൻഡ്യൂറൻസ് മാത്രമായിരിക്കും നമ്മൾക്ക് ഒരു റിസൾട്ട് തരിക. മനുഷ്യന്റെ എൻഡ്യൂറൻസ്, നമ്മൾ ആ രക്ഷാപ്രവർത്തകർ എത്ര സമയം അവരുടെ ക്ഷമ കളയാതെ പരിശോധിച്ച് ആ ഇതിലേക്ക് എത്തുന്നു, അവിടെ പെട്ട് കിടക്കുന്ന മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ വാഹനങ്ങളിലേക്ക് എത്തുന്നു എന്നത് മാത്രമായിരിക്കും നമ്മൾക്ക് ഇതിലൊരു റിസൾട്ട് തരിക. മനുഷ്യന്റെ അത്യധ്വാനത്തിന്റെ ശേഷിയും അവന്റെ മനോബലവും, ഇത് രണ്ടും. തീർച്ചയായും ഇതിൽ ആ കുടുംബത്തിനൊപ്പം ആ കുടുംബം ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അതായത് ഷിരൂരിൽ ഈ മണ്ണിടിച്ചിലിൽ പെട്ടത് 15-ാം തീയതി അർദ്ധരാത്രി അല്ലെങ്കിൽ 16-ാം തീയതി പുലർച്ചെയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 19-ാം തീയതിയാണ്. ആ കുടുംബത്തിന്, കേരളത്തിന് ഒക്കെയുള്ള ആശങ്കയാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അക്കാര്യത്തിൽ എത്ര വേഗമാണ് നമ്മുടെ റെസ്പോൺസ് ലെവൽ ഉണരേണ്ടത് എന്ന ഒരു ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതും. ശ്രീ ശേഖർ കുര്യാക്കോസ്.
ഉറപ്പായിട്ടും മാഡം, ഞാൻ മാഡത്തിനെ ഖണ്ഡിക്കുന്നില്ല. ഇതിനെയും വേഗത്തിൽ അവിടെ റെസ്പോണ്ട് ചെയ്യാമായിരുന്നെങ്കിൽ ചെയ്യാം. പക്ഷെ അതിപ്പോ നമ്മൾക്ക് ചർച്ച ചെയ്ത് കണ്ടെത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, വളരെ നന്ദി ശ്രീ ശേഖർ കുര്യാക്കോസ്.